ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ട 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നമ്മളിത് ദോശ ബാറ്ററിൻ്റെ ഒരു ലൂസിൽ അതേപടി നമ്മൾ ഇളക്കി നല്ല മിക്സാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇതേപോലെ സ്പൂൺ കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇത് മൈദ വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇതാകുമ്പോൾ ഗോതമ്പും അരിപ്പൊടിയാകുമ്പോൾ നല്ല ഒരു ഹെൽത്തി ആയിരിക്കും, എല്ലാവരും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിനെ ഇവിടെ ഏലാഞ്ചി എന്നൊക്കെയാണ് പറയുക. ബാറ്ററി ഇതേ പരുവത്തിലാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഇനി അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി അതിലേക്ക് ഒരു അരമുറി നാളികേരം വേണം, ഒരു തേങ്ങയുടെ പകുതി. പിന്നെ ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം അങ്ങോട്ട് പഴുത്ത് പോവാത്ത പഴമാണ്, അതായത് ഒരുവിധം നന്നായി പഴുത്ത പഴം. ഇതേപടി കട്ട് ചെയ്യുക. ഒരുപാട് പൊടിയല്ല, എന്നാൽ അല്പം വലിപ്പത്തിലല്ലാതെ ഈ ഒരു പീസാക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പഴം മാത്രം പോരാ, ഒരു അരമുറി കൂടി ഇപ്പോൾ ഞാൻ എടുത്തു, അതുകൂടി ഇതേമാതിരി കട്ട് ചെയ്ത് വെച്ചു. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ ലോ ഫ്ലെയിമിലിടുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു, ഒരല്പം ചെറിയ ജീരകം ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ആ പഴം ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക. ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറിയാൽ നെയ്യിൻ്റെ മണവും രുചിയൊക്കെ ഒന്ന് ആ പഴത്തിലേക്കൊന്ന് പിടിച്ച് വരിക വേണ്ടു. ഈ സമയത്ത് നമുക്ക് ആ നാളികേരം ചെറിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. ജസ്റ്റ് ഒന്ന് അതും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരല്പം ഏലക്കായുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 3 സ്പൂണ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ ബാറ്ററിൽ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം ഏകദേശം കണക്കാവും. അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും, എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഒരു ദോശ തവ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് നമ്മൾ ബാറ്റർ ഇതേമാതിരി കോരി വെച്ച് കൊടുക്കുക. നല്ലതുപോലെ നമ്മൾ നല്ല തിന്നായിട്ട് തന്നെ അത് പരത്തി കൊടുക്കണം. അതായത് നമ്മൾ തീ വളരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടി കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അതിൻ്റെ മേലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പം നെയ്യാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം, നല്ലൊരു മണമായിരിക്കും. അപ്പം നെയ്യിൻ്റെ കൂടെ കഴിക്കാൻ. എന്നതിന് ശേഷം നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അടിവശം ഇങ്ങനെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ആ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി അത് മറിച്ചിട്ടതിന് ശേഷം ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഇതേ കണ്ടീഷനായിരിക്കണം അത് ചുട്ടെടുക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾക്ക് വേറെ എല്ലാം ചുട്ടെടുക്കാം. ഞാൻ അത് ഒന്നുകൂടി ഇതേപോലെ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഏലാഞ്ചി എന്ന് പറയും. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ അതേപോലെ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായില്ലേ? ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇപ്പോൾ എനിക്കൊരു 5 ദോശയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നൈസായിട്ട് ചെയ്യുക. ഇനി ഒരു പ്ലേറ്റ് വെച്ച് ഇതൊന്ന് കമത്തിയിട്ടതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇതേപോലെയാണ് നിരത്തി കൊടുക്കുക. നമ്മൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ ഇതേ ഒരളവിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി, എന്നാലേ നമുക്ക് ചുറ്റാൻ കഴിയുള്ളൂ. ഒരു ഇതേപോലെ പതിയെ അങ്ങോട്ട് ചുറ്റി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഏലാഞ്ചിയാണ്. ഇപ്പോൾ രണ്ടാമതും കൂടി ഞാൻ അതേപോലെ ചുറ്റി കാണിച്ചു തരാം. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി സ്നാക്കാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റും. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ 5 ഇതേപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.